ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളൊന്ന് കൊച്ചി വരെ പോകുന്ന വീഡിയോ ആണ്. അപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി നല്ല മഞ്ഞും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി, എന്നാലേ ടൈമിൽ അവിടെ എത്താൻ പറ്റുള്ളൂ. നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി പോവാണ്. ഈ വ്യൂ ഒക്കെ കണ്ടിട്ട് എനിക്ക് നല്ല രസമുണ്ടായിരുന്നു. ഈ വീഡിയോ ഇടുന്നത് നല്ല ഭംഗിയുണ്ട്, നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ കാര്യത്തിന് തെന്നി മാറി. അപ്പോൾ നമ്മൾ കൊച്ചിയിലോട്ട് പോവാണ്. ഒരാവശ്യത്തിന് വേണ്ടി പോകണത് എന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, കുറച്ച് കഴിഞ്ഞ് ഞാൻ വീഡിയോയിൽ പറയാം. ഒന്നുകൂടെ നമ്മൾ പോകുന്നുണ്ട്. അപ്പം ബസ്സിൽ പോകുമ്പോഴും നല്ല മഞ്ഞുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു സമയമായി. പച്ചവെള്ളം പോലും കുടിക്കാൻ തുടങ്ങിയോണ്ട് നല്ല വിശപ്പായിരുന്നു. അങ്ങനെ ഒരു പൊറോട്ട മേടിച്ച് കഴിച്ചു. പക്ഷേ ചപ്പാത്തി പോലും ഉണ്ടായിരുന്നു, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ വന്ന കാര്യം സെറ്റായിട്ട് നമ്മൾ തിരിച്ച് പോവാണ്. അപ്പം എന്തിനാ വന്നതെന്നൊക്കെ ഞാൻ തൊട്ടടുത്ത് വേറൊരു വ്ളോഗിൽ ഞാൻ പറയുന്നതായിരിക്കും. കാരണം നമുക്കിവിടെ ഒന്നുകൂടെ വരേണ്ട ഒരു ആവശ്യമുണ്ട്. ആ വ്ളോഗിൽ ഞാനെല്ലാം വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം നമ്മളിപ്പം വേറെ സ്ഥലത്തോട്ട് പോവാണ്. അപ്പം ക്രോസ് കിടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി. അപ്പം കുറച്ച് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശം ഉച്ച ടൈം വരുന്ന നല്ല വെയിലുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കൊച്ചിയിലെത്തി. കൊച്ചിയിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പോകണം എന്നുള്ളത്. അവിടെ പഠിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കെന്തോ കൊച്ചിയിൽ ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോകാനൊക്കെ. അവിടുത്തെ സ്ഥലങ്ങളാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ മേനക എന്ന് പറയുന്നൊരു സ്ഥലത്തെത്തി. അവിടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മറൈൻ ഡ്രൈവ് നടപ്പാതെന്ന് എഴുതി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കയറാണ്ടിരിക്കില്ലല്ലോ. നമ്മളവിടെ ഞാൻ വിചാരിച്ച പോലും അത് കാണാൻ പറ്റുന്നു. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് നമ്മളത് കണ്ടു ഗൈസ്. അപ്പോൾ പിന്നെ നമ്മൾ കയറിയതും ഒക്കെ നല്ല കാറ്റും ഒരു പ്രത്യേക കൂളിംഗ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മമ്മിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലേ മമ്മി? ഇഷ്ടപ്പെട്ടു. എന്നിട്ട് നമ്മൾ അതുവഴി നടക്കുമായിരുന്നു. കുറച്ച് നേരം ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു റിലാക്സേഷനാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് അവിടുന്ന് പോരാനേ തോന്നിയില്ല. നല്ല രസമായിരുന്നു അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗൈസ് വിമാനം തന്നെയാണെന്ന് തോന്നുന്നു. വിമാനം പോകുന്നു ഗൈസ്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ മറൈൻ ഡ്രൈവിൽ വന്നിരിക്കുകയാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കയറിയതാണ്. ഇവിടെ കയറണമെന്ന് വിചാരിച്ച് കയറിയതല്ല, പക്ഷെ നല്ല രസമാണ് ഗൈസ്. ഇപ്പോൾ കാണിക്കും, ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഗൈസ് ഇവിടെ വരാൻ പറ്റും. കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കയറിയതാണ്. നല്ല രസമുണ്ട് ഇവിടെ, നല്ല കാറ്റൊക്കെ ഉണ്ട്. ഇവിടെ കുറച്ച് ബോട്ടും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ആരും കയറാറില്ലെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. അപ്പം ഗൈസ് അപ്പുറത്തെ സൈഡിൽ ബീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരുടെയും കയ്യിൽ ഐസ്ക്രീം ഉണ്ടായിരുന്നു. ഇപ്പം നമ്മളായിട്ട് കുറയ്ക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് നമ്മൾ ഐസ്ക്രീം മേടിച്ചു. 2 സ്ട്രോബെറിയും ഒരു മാംഗോയും മേടിച്ചു. അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ട് നമ്മൾ വീണ്ടും നടക്കാൻ തീരുമാനിച്ചു ഗൈസ്. എനിക്ക് ചുമ്മാ ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോഴത്തേക്കിനുമാണ് വീണ്ടും ഒരു ഹെലികോപ്റ്റർ അതുവഴി വരുന്നത് കണ്ടത്. ഹെലികോപ്റ്റർ അല്ല, അതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. ആ സാധനം അതിൽ പോകുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ ബോട്ടിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ആൾക്കാർ. നമ്മൾ അതിനൊന്നും നിന്നില്ല, ബിക്കോസ് സമയമില്ല, നമുക്കവിടെ തിരിച്ച് വീട്ടിലെത്തണമല്ലോ. അപ്പം നമ്മൾ അത് ചുമ്മാ കണ്ടുകൊണ്ട് നിന്നു. അങ്ങനെ ഞാനും ചേച്ചിയും മേലോട്ടൊരു സ്റ്റെപ്പൊക്കെ കയറിപ്പോൾ നല്ല സാധനം ഉണ്ടായിരുന്നു. അവിടെ നിന്നാൽ ഫുള്ള് വ്യൂ കാണാൻ പറ്റും. അപ്പം നമ്മളവിടെ ഫുള്ള് വ്യൂ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയപ്പോൾ പൊരിഞ്ഞ വെയിൽ. ഒരു മാസത്തേക്ക് ഇനി എൻ്റെ മുഖം നോക്കണ്ട, കരിഞ്ഞി പൊരുങ്ങി പോയെന്ന് ഞാൻ വിചാരിച്ചു. കുട പോലും ഇല്ലായിരുന്നു. എന്നിട്ട് അപ്പുറത്ത് നോക്കിയപ്പോൾ അപ്പുറത്ത് വേണ്ട വീണ്ടും ഇറക്കും. അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ഉണ്ട് കുറേ. അപ്പം ഞാൻ വിചാരിച്ചു നടന്നിട്ടും തീരുന്നേ ഇല്ലേ മറൈൻ ഡ്രൈവ്. അങ്ങനെ ഞങ്ങൾ കുറേ നടന്നു. ഇവിടെ ആയിരുന്നു കൂടുതലും ബോട്ട് വരുന്നത്, ആൾക്കാരവിടെ കയറുന്നതൊക്കെ ഞാൻ കണ്ടത്. അപ്പുറത്തെ സൈഡിൽ അനക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടു. അപ്പം തൊട്ടപ്പുറത്ത് നല്ല കളർഫുള്ളായിട്ടുള്ളൊരു വലിയൊരു ബോട്ട് ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി. അപ്പം തന്നെ കുറേ ടൈം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേഗം ഇറങ്ങിയിട്ട് നമ്മൾ ബ്രോഡ്വേ ഇവിടെ അടുത്താണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവളോട് ജസ്റ്റ് പോവാണ്. അപ്പോൾ അവിടെ നിന്നൊന്നും മേടിക്കാനായിട്ട് പോവല്ല ഗൈസ്. ഇപ്പം എൻ്റെ ഒരു വൈബ് പോയത്, ഞാൻ വോയിസ് ഓവർ ഫുള്ള് കൊടുത്തിട്ട് അവസാനം അത് ഡിലീറ്റ് ആയിപ്പോയി. അങ്ങനെ ആദ്യം തൊട്ട് കൊടുക്കേണ്ട വന്നതിൻ്റെ ക്ഷീണമാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. ആദ്യം ഫുൾ എനർജി, രണ്ടാമത് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ എനർജി കുറയും. അങ്ങനെ അപ്പം നമ്മൾ ബ്രോഡ്വേയിൽ കയറി. അപ്പം ഇതാണ് ഗൈസ് ബ്രോഡ്വേ. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. എനിക്ക് കുറേ പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ബ്രോഡ്വേ അടിപൊളിയാണ്, നല്ല ചീപ്പ് റേറ്റിന് നല്ല സാധനങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അത് നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ഞാനൊരു കട കണ്ടു. ജസ്റ്റ് എന്തെങ്കിലും ഡ്രസ്സ് എൻ്റെ വീക്ക്നെസ് ആണല്ലോ, നമ്മളത് വിടില്ല. അപ്പോൾ ഇത്തവണ ഞാൻ കുറേ ഡ്രസ്സ് ഈ പ്രാവശ്യം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഹോൾ വീഡിയോ കുറേ പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ എല്ലാം കൂടെ ഒരുമിച്ച് ഇടുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ലേറ്റ് ആയിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചേച്ചി ഹാഫ് ബിരിയാണി പറഞ്ഞു. അവിടുത്തെ ഊണ് കൊള്ളത്തില്ലായിരുന്നു. അമ്മ ഊണാണ് കഴിച്ചത്. അപ്പോൾ അതിൻ്റെ രസം ഉണ്ടായിരുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഹാഫ് ബിരിയാണി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ KSRTC സ്റ്റാൻഡിൽ ബസ്സിന് വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്ന് മടുത്തു. മനുഷ്യൻ്റെ ഇടപാട് ഇളകി ഗൈസ്.
എന്നിട്ട് നമ്മൾ ബസ്സിൽ കയറിയപ്പോൾ നല്ല അന്തരീക്ഷമായിരുന്നു, നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കാലാവസ്ഥ മാറി, നല്ല മഴക്കോളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അതിൻ്റെ ഇടയ്ക്ക് ബസ് കുറേ നേരം നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇതിലെ മറ്റേ മെട്രോ സ്റ്റേഷൻ്റെ താഴെയാണ് ഗൈസ്. മെട്രോയിൽ നമ്മൾ പണ്ട് കയറിയിട്ടുണ്ട് ഇവിടെ വന്നിട്ട്, അതിൻ്റെ വീഡിയോ കേട്ടിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങളെല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല മഴയും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് വീട്ടിൽ ചെന്ന് നേരെ കടലിൽ കയറി കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തത്. വേറെ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഗായ്സ്.